അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ. മനസ്സിൽ നിറയുന്ന വേദനകളും ബുദ്ധിമുട്ടുകളും മാറി സമാധാനം നിറഞ്ഞ ജീവിതം നമുക്കായി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ഈ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. മനസ്സിനുണ്ടാകുന്ന വേദന വല്ലാത്തൊരു വേദനയാണ്. മനസ്സിനേൽക്കുന്ന മുറിവ് നമ്മളെ എപ്പോഴും തളർത്തിക്കളയും. ഒരുപാട് നമ്മളെ വേദനിപ്പിക്കുകയും തളർത്തുകയും ചെയ്യും. അത് നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ഒരുപാട് തളർന്നു പോവുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയപ്പെടുന്നവരും നമ്മളെ വിശ്വസിക്കുന്നവരുമായവരാണ് നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്നതെങ്കിൽ നമ്മളുടെ മനസ്സാകെ തകർന്നു പോകും. ആ വേദന ഞാൻ അറിഞ്ഞതാണ്. അതുകൊണ്ട് ആ വേദന മാറുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. നമ്മുടെ മനസ്സ് ഒരുപാട് വേദനിച്ച് പോയാൽ ചിലപ്പം നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ നിൽക്കുകയില്ല. ശരീരത്തിനേക്കുന്ന മുറിവിനേക്കാൾ വേദനാജനകമാണ് മനസ്സിനേക്കുന്ന മുറിവ്. അതൊരിക്കലും നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ നമ്മൾ തീർച്ചയായും തളർന്നു പോവുക തന്നെ ചെയ്യും. ജീവിതം എല്ലായ്പ്പോഴും എളുപ്പമുള്ളതല്ല. ചിലപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത വേദനകൾ ഹൃദയം നിറയ്ക്കും. അത്തരം സമയങ്ങളിൽ നമ്മെ ആശ്വസിപ്പിക്കുന്നതും മനസ്സിന് സമാധാനം നൽകുന്നതും അള്ളാഹുവിൻ്റെ സ്മരണയാണ്. നമ്മുടെ വേദനകളും ദുഃഖങ്ങളിൽ അവന് അർപ്പിക്കുമ്പോൾ നമ്മുടെ പകുതി വേദനയും ദുഃഖങ്ങളും മാറിക്കിട്ടുന്നതാണ്. അതിനുവേണ്ടി 1-2 ഇസ്മുകളാണ് ഞാനിവിടെ പറയുന്നത്. ആ ഇസ്മുകൾ ഓതുമ്പോൾ ഒരുപാട് വേദന കുറയുകയും അതെനിക്ക് അനുഭവമാണ്. നല്ല ആശ്വാസം കിട്ടുകയും നമ്മുടെ മനസ്സെപ്പോഴും കുത്തിവലിക്കുന്നതായിട്ട് തോന്നിക്കൊണ്ടിരിക്കും. ഓരോ ദിവസം എപ്പോഴും ഓർമ്മയും ചിന്തയും വെച്ച് ഈ മോദിയതിന് ശേഷം ആ വേദനയിൽ നിന്നും ചെറിയൊരു ആശ്വാസം കിട്ടി എനിക്ക്. മനസ്സിൽ വേദനകൾ വരുമ്പോൾ പറയേണ്ട അള്ളാഹുവിൻ്റെ മനോഹരമായ ഇസ്മുകളുണ്ട്. അവയുടെ അർത്ഥവും അത് ചൊല്ലുന്നതോടെ ലഭിക്കുന്ന ആത്മശാന്തിയും ആശ്വാസവും, അതുപോലെ അവയെ നമ്മുടെ ദിവസേന ജീവിതത്തിൽ എങ്ങനെ ഉൾപ്പെടുത്താം എന്നത് നമുക്ക് നോക്കാം. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മാണ് യാ സലാം എന്ന ഇസ്മ. ആ ഇസ്മ നമ്മൾ ഹൃദയത്തോടെ 100 പ്രാവശ്യം പറയുമ്പോൾ മനസ്സിനൊരു ശാന്തിയും ഹൃദയത്തിലൊരു സമാധാനവും നിറയും. ഈ മനസ്സിൽ തീ മായ്ക്കുന്ന ശാന്തജലം പോലെയാണ്. യാ സലാം യാ സലാം യാ സലാം യാ അല്ലാഹ്, യാ സലാം യാ സലാം യാ അല്ലാഹ് മനസ്സിന് ശാന്തത നൽകുന്നു. അതുപോലെ രണ്ടാമത്തെ ഒരു ഇസ്മാണ് യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ് സുന്ദരമായി കരുതുന്നവൻ, മൃദുവായി സഹായിക്കുന്നവർ. മനസ്സിൽ വേദനയിലാകുമ്പോൾ നമുക്കറിയാതെ അള്ളാഹു എത്ര മനോഹരമായി നമ്മുടെ ജീവിതത്തിൽ വഴി തിരിച്ച് ഒരുക്കുന്നുവെന്ന് ഈ നാമം ഓർമ്മപ്പെടുത്തുന്നു. യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ഇസ്മ 129 പ്രാവശ്യം ചൊല്ലുക. ഹൃദയം ലഘൂകരിക്കുകയും വേദനകൾ മാഞ്ഞു പോവുകയും ചെയ്യും. അതുപോലെ ഒരു ഇസ്മാണ് യാ റഹ്മാൻ, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ് അത്യന്തം കരുണയുള്ളവൻ. മനസ്സിൻ്റെ വേദനയിൽ ഏറ്റവും ശക്തമായ ആശ്വാസം നൽകുന്ന ഇസ്മാണ്, എനിക്കനുഭവമാണ്. ഇത് നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ പകുതി മനസ്സിൻ്റെ വേദന കുറഞ്ഞു കിട്ടുന്നതാണ്. അള്ളാഹുവിൻ്റെ അതിരില്ലാത്ത കരുണ നേടാൻ ഈ യാ റഹ്മാൻ എന്ന പേര് മതി. നീ കരയുന്ന കണ്ണീരോടെ ഈ നാമം പറയും. അള്ളാഹു നിൻ്റെ ഹൃദയത്തിലേക്ക് ശാന്തി പകരും. ഇസ്മുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെറുതെ ഒരുപാട് സമയം നമ്മൾ വെറുതെ ജോലികൾ ചെയ്യുമ്പോഴും നടന്നു പോകുമ്പോഴും ഒരുപാട് സമയം നമ്മൾ വെറുതെ ഒറ്റയ്ക്കാവുകയില്ല. ഒറ്റയ്ക്കാവുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെ ചിന്തകളും വേദനകളും കടന്നുകൂടുന്നു. ആ സമയത്തെല്ലാം ഈ ഇസ്മുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എത്ര പറഞ്ഞാലും നമ്മുടെ മനസ്സിന് ആശ്വാസം ലഭിക്കുക തന്നെ ചെയ്യും. മനസ്സിലെ വേദനകൾ ആശ്വാസം തേടുന്നവർക്ക് അള്ളാഹു ഈ മനോഹരമായ നാമങ്ങൾ ജീവിതത്തിൽ വെളിച്ചമാകട്ടെ. അവൻ നമ്മുടെ ഹൃദയത്തെ സമാധാനം നിറയ്ക്കട്ടെ. അവൻ നമ്മെ കരുണയാൽ മൂടിക്കളയട്ടെ. ആമീൻ. ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും